6 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിനുള്ളത് എന്ന്. ഈ 6 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഈ പറയുന്ന ഈ തമ്മിലടി അവിടെ കേരളത്തിൽ മൂക്കുക. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഇടയ്ക്ക് ഈ വ്യാജമായ ബാഹ്യമായ ഒരു ഐക്യമെങ്കിലും കേരള ജനത ആഗ്രഹിക്കുമ്പോഴല്ലേ ഇവന്മാർ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ നമ്പിയിട്ട് കേരളത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുമോ? UDF ഭൂരിപക്ഷം കിട്ടിയ ചെന്നിത്തല മുഖ്യമന്ത്രി ആയേക്കൊന്ന് PJ കുര്യൻ പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്ന ആ ഘട്ടത്തിൽ ഞാനിവിടെ പറഞ്ഞിരുന്നു 6 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിനുള്ളത് എന്ന്. ഇവർ തമ്മിലുള്ള അടി മൂർച്ഛിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അതുപോലെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സതീശൻ മുഖ്യമന്ത്രി കുപ്പായം, ഇപ്പോൾ നമ്മുടെ ആരാണ് നമ്മുടെ അദ്ദേഹം സുധാകരന് കൊടുത്തിരിക്കുന്ന വാക്കെന്താണ്? തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മോഹിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്നും പറഞ്ഞ് ഈ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയോട് വിളിച്ച് ചെവി പറഞ്ഞ ശേഷമല്ലേ പുള്ളിനെ അടക്കി നിർത്തിയിരിക്കുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്താ കാരണം? ഇവിടെ കേന്ദ്രമന്ത്രിയായിരുന്ന AK ആൻ്റണിയെ ഞങ്ങൾ മുഖ്യമന്ത്രിയായി അങ്ങോട്ട് അയച്ചില്ലേ? അദ്ദേഹം MLA ആയിരുന്നോ? പിന്നീടല്ലേ അദ്ദേഹത്തെ മത്സരിപ്പിച്ചത്. അതുകൊണ്ട് സുധാകര നിങ്ങൾ അടങ്ങിയിരിക്കുക, MLA മുഖ്യമന്ത്രിയാകണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ പാവത്തെ പറ്റിച്ചിട്ടാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ അടക്കി നിർത്തിയിരിക്കുന്നത്. ഈ 6 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഈ പറയുന്ന ഈ തമ്മിലടി അവിടെ കേരളത്തിൽ മൂക്കുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഇടയ്ക്ക് ഈ വ്യാജമായ ബാഹ്യമായ ഒരു ഐക്യമെങ്കിലും കേരള ജനത ആഗ്രഹിക്കുമ്പോഴല്ലേ ഇവന്മാർ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ നമ്പിയിട്ട് കേരളത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുമോ? അതല്ലേ 10 വർഷം മാറ്റി നിർത്തിയത്. അതുകൊണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞത് പഴയ ഇരുണ്ട ദിനങ്ങളിലേക്ക് കേരളത്തിന് മടങ്ങാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഞങ്ങൾ എടുത്ത് ഇട്ടത്.